ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറേ കൂന് കിട്ടിയിട്ടുണ്ട്. എല്ലാ സീസണിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഷ്ണം എല്ലാം ആക്കി വെച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു. വിഷക്കൂനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കാണിച്ചു തരാം. അപ്പോൾ 2 പാത്രം കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ചൂടാക്കി വെച്ചതിന് ശേഷം അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. വേറെ ഓയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൽ മഷ്റൂം ഇട്ട് കൊടുക്കുക, കൂനിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട. നിറയുണ്ട് കേട്ടോ, പാത്രം നിറയുണ്ട്. അത് ഒരു 2 തിളച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെറുതായി അങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മഷ്റൂം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു നാടൻ കൂണിൻ്റെ ടേസ്റ്റാണ്. വേണമെങ്കിൽ കുരുമുളകും ജീരകവും പൊടിയിട്ട് മറന്നു കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.